ഹായ് ഫ്രാൻസ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എക്കോ ഒന്നുമില്ലല്ലോ? ഓക്കെ, 10 മണി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, വാർണിങ്സ് എല്ലാം വായിച്ചു നോക്കുക. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ ഇപ്പോഴത്തെ ഇതിൽ എന്ന് വെച്ചാൽ ന്യൂ ക്ലാസ്സിൽ ക്ലാസ് 4ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ അഡ്വാൻസ് ലെവൽ. ഓക്കെ, അഡ്വാൻസ് ലെവലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ എനിക്ക് കുറച്ച് ഫീഡ്ബാക്ക് കിട്ടി. അവർക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വരയ്ക്കാൻ അതിങ്ങോട്ട് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടോ, ഏതിൽ തന്നെ കോട്ടക്സിൽ തന്നെ നമുക്ക് എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ പെട്ടെന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട്, ഈസി ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് മെസ്സേജുകളും കുറച്ച് ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അവരോട് പറഞ്ഞു, നമ്മളൊരു ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ക്ലാസ് അതിൻ്റെ അഡ്വാൻസ് ലെവലായിരിക്കും. നമ്മുടെ ട്രേഡിങ് എത്രയും ഈസി ആക്കി കൊണ്ടുപോവുക, അല്ലാതെ ഒരുപാട് വരകൾ വരച്ച് ഒരുപാട് കുത്തും വരയും കോമയൊക്കെ വരച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ചാർട്ടിനെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ട്രേഡ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് ഒക്കെ ഒരു കൺഫ്യൂഷൻ വരും. ഓക്കെ, ഈ ഒരു ക്ലാസ് പെട്ടെന്ന് കഴിയും. ഓക്കെ, അഡ്വാൻസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ക്ലാസ് ഞാൻ പെട്ടെന്ന് കഴിയും. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചോളാം. അപ്പോൾ അഡ്വാൻസ് ലെവൽ, ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അഡ്വാൻസ് ലെവൽ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ച് നമ്മുടെ ലാസ്റ്റത്തെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ പറഞ്ഞെന്താ, നമ്മളൊരു ഒരു ക്യാൻഡിലിൻ്റെ ഏറ്റവും ടേൺ ആകുന്ന സ്ഥലത്ത് നിന്ന് വിക്കും ബോഡിയും കൂടെ വരയ്ക്കുന്നു, താഴെ അതേപോലെ തന്നെ വരയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ അത് ഒരു ഈസി മെത്തേഡിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു പ്രോ ലെവലിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. ഓക്കെ, ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ചിട്ട് ഒരുപാട് ക്ലാസ്സുകൾ ഇനി വരാനുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇതുപോലുള്ള ക്യാൻഡിലുകൾ കേട്ടോ, മാർബോസും സ്പിന്നിങ് ഡോജി, ഇങ്ങനത്തെ ക്യാൻഡിലുകളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ക്യാൻഡിലുകൾ എന്തിനെയാണ് ഇൻഡിക്കേഷൻ തരുന്നത്, നമുക്ക് ട്രേഡ് എടുക്കാൻ ഇൻഡിക്കേഷൻ തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ വരാം. ഓക്കെ, ഇങ്ങനത്തെ ക്യാൻഡിൽ വരും. ഹാമർ വന്നു കഴിഞ്ഞാൽ അത് അപ്പിലേക്ക് എടുക്കണം, അതുപോലെ ഷൂട്ടിംഗ് സ്റ്റാർ വന്നു കഴിഞ്ഞാൽ അത് ഡൗണിലേക്ക് എടുക്കണം എന്നുള്ളത് നമുക്ക് ഇൻഡിക്കേഷനാണ് തരുന്നത്. ഇത് എവിടെ വന്നാലാണ് ചെയ്യുക എന്നുള്ളതിൻ്റെയൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഇങ്ങനത്തെ ക്യാൻഡിലുകൾ നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. അല്ലാതെ വെറുതെ പോയിട്ട് അവിടെ ഇവിടെ അങ്ങനെ നമ്മളല്ല ട്രേഡ് എടുക്കുന്നത്. നമ്മൾ ഇതേപോലുള്ള കൺഫർമേഷൻ നോക്കിയിട്ട്, ഇപ്പോൾ ഒരു ഹാമർ വന്നു കഴിഞ്ഞാൽ ഓക്കെ, അത് മുകളിലേക്ക് പോകും, അപ്പോൾ അപ്പിലേക്ക് ട്രേഡ് എടുക്കണം, അത് എന്നുള്ള ഒരു കൺഫർമേഷൻ എന്ത് ചെയ്തു, നമുക്ക് ക്യാൻഡിൽ വൈസ് കിട്ടി. ഓക്കെ, ഒരു ക്യാൻഡിൽ ഫോം ആകുമ്പോൾ ഒരു ഹാമർ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഒരു എന്താ പറയുക, ഒരു നിശ്ചിത സമയത്തേക്ക് മാർക്കറ്റ് അപ്പിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, അപ്പിലേക്ക് പോകാം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ഇൻഡിക്കേഷൻ നമുക്ക് തന്നു. അപ്പോൾ ആ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കൺഫർമേഷൻ ചെയ്യണം. ഒരു ഇൻഡിക്കേഷൻ, ഒരു ഹാമർ എന്ന് പറഞ്ഞ ഒരു ക്യാൻഡിൽ നമുക്ക് ഇൻഫോം ചെയ്തു, ഓക്കെ ദ മാർക്കറ്റ് വിൽ ഗോ അപ്പ്, ഓക്കെ ഒരു സർട്ടൻ ടൈം. അപ്പോൾ ആ ഒരു നിശ്ചിത സമയത്തേക്ക്
ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ ഏതോ 1 2 3 ചിലപ്പോൾ ക്യാൻഡിൽ മുകളിലേക്ക് പോകുമ്പോൾ ആ ക്യാൻഡിൽ നമുക്ക് എടുക്കണോ, ഒരു ഹാമർ വന്നു, എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള കൺഫർമേഷൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ചിട്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നത്? കുറച്ചും കൂടി ഒരു പ്രോ ലെവലിൽ വരയ്ക്കുക, കുറച്ചും കൂടെ നമുക്ക് ഈസി ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കോട്ടക്സിൻ്റെ ഒരു ആപ്ലിക്കേഷനിൽ വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാം. ഓക്കെ, നമുക്ക് ഡെമോ അക്കൗണ്ട്, കോട്ടക്സിൻ്റെ ഡെമോ അക്കൗണ്ട്, നമ്മൾ എന്ത് ചെയ്താലും എന്ത് പ്രാക്ടീസും നമ്മൾ ഡെമോ അക്കൗണ്ടിലായിരിക്കണം ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങൾ റിയൽ അക്കൗണ്ട് മറ്റേ മയവിൻ്റെ ഒരു വീഡിയോ കണ്ടു, മയോ ട്രേഡിംഗ് എന്നൊരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ മറ്റെന്താ പറയുക, അബി എടുക്കുന്നത് എന്താണ്, ഒരു 4 ട്രേഡ് എടുത്തു, 4 ട്രേഡും വിന്നാണ്. ഓക്കെ, ആ സ്ട്രാറ്റജി വെരി ഗുഡാണ്. അപ്പോൾ ഞാൻ റിയൽ അക്കൗണ്ടിൽ ഞാനും അങ്ങോട്ട് ചെയ്യാം എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങൾ ഒരിക്കലും ഉണ്ടാവരുത്. 10 വർഷത്തെ ബാങ്ക് നിഫ്റ്റിയും അതും ഇതും എല്ലാം കൂടി 10 വർഷത്തോളമുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാനിപ്പോഴും എടുക്കുന്നത് എന്ന് വെച്ചിട്ട് എല്ലാ ട്രേഡും വിന്നാകാൻ പറ്റുന്നുണ്ടോ? വിന്നാകുന്നുണ്ടോ? എന്തുകൊണ്ടാവുന്നില്ല? മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സുപ്രീം പവറാണ്. ആ പവറിലേക്ക്, ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ആ ഒരു ഇതിലേക്ക് ആരും എത്തിയിട്ടില്ല. കണ്ണടച്ച് ഓക്കെ നെക്സ്റ്റ് ക്യാൻഡിൽ 100% വിന്നാകും എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ട്രേഡ് തരുമോ? ആരെങ്കിലും ട്രേഡ് എടുക്കുമോ? ഇല്ല. പിന്നെ പറയും നെക്സ്റ്റ് ക്യാൻഡിൽ അപ്പിലേക്ക്, നെക്സ്റ്റ് ക്യാൻഡിൽ ഡൗണിലേക്ക്, അത് പറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെയും നമ്മൾ പഠിച്ചിരിക്കുന്ന സ്ട്രാറ്റജിയും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ എക്സ്പീരിയൻസും ഇതൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. എന്ന് വിചാരിച്ചിട്ട് മനസ്സുകൊണ്ട് 100% അല്ല അത്. പക്ഷെ 100% അത് വിന്നാവുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് സിഗ്നൽ തരുന്നത്, അല്ലെങ്കിൽ വിന്നാവെന്ന് വെച്ചാൽ നമ്മൾ ട്രേഡ് എടുക്കുന്നത്. പക്ഷെ മാർക്കറ്റ് എന്ന് പറയുന്ന സാധനം അത് നമുക്ക് 100% തരില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു കാര്യം പഠിച്ചു, ഒരു സപ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് ബൗൺസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു, നമ്മൾ ട്രേഡ് എടുത്തു, ബൗൺസ് ആവുന്നില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ സ്ട്രാറ്റജി മോശമെന്നല്ല, മാർക്കറ്റ് നമുക്ക് എന്ത് ചെയ്തു, എതിരായി നിന്നു എന്ന് വിചാരിച്ചിട്ട് ഇനി ബൗൺസ് ആയില്ല, ഇത് ഒരു എന്താ പറയുക, സപ്പോർട്ടിൽ വന്നു, മാർക്കറ്റ് ബൗൺസ് ആയില്ല, താഴോട്ട് പോയി, അതുകൊണ്ട് എല്ലാ ഇനി ട്രേഡും ഞാൻ സപ്പോർട്ട് വന്ന് ഞാൻ ഡൗണിലേക്ക് എടുക്കും എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വിന്നാവുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? മാർക്കറ്റ് ചിലപ്പോൾ അപ്പിലേക്ക് പോകും. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ മാർക്കറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രാറ്റജീനെ നമ്മൾ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഒരു സ്ട്രാറ്റജി 100% ഇല്ല. ശ്രദ്ധിക്കുക, ഒരു സ്ട്രാറ്റജി 100% ഇല്ല, ഒരു സ്ട്രാറ്റജിയും 0 ഇല്ല, ഒരു സ്ട്രാറ്റജിയും പോസിറ്റീവ് ഇല്ല, ഒരു സ്ട്രാറ്റജിയും നെഗറ്റീവും ഇല്ല, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഇതാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ റേഞ്ച് നോക്കണം, റേഷ്യോ നോക്കണം. ഞാനൊരു 10 ട്രേഡ് എടുത്താൽ എനിക്കൊരു 6 ട്രേഡ് വിന്നാകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കണം, 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 6 ട്രേഡ് വിന്നാകുന്നുണ്ടോ എങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്തായി? ഞാനൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവണമെങ്കിൽ 10 ട്രേഡിൽ ഞാൻ 6 ട്രേഡ് ഞാൻ വിന്നാവണം. ഓക്കെ, ഇതൊരു പ്രോഫിറ്റബിൾ സസ്റ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡിൻ്റെ ഒരു ആക്യുറസിയാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജീൻ്റെ ആക്യുറസിയാണ്. ഇത് നമ്മൾ മണി മാനേജ്മെൻറ്റിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? നമ്മുടെ ക്യാപിറ്റൽ കപ്പാസിറ്റി അനുസരിച്ച് അപ്പോഴാണ് ക്യാപിറ്റൽ കപ്പാസിറ്റി വരുന്നത്. അതെന്താവും? നമുക്ക് 10 MTG എടുക്കാൻ നമുക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എൻ്റെ 10 MTG അല്ലെങ്കിൽ 10 ട്രേഡിൽ ഒരെണ്ണം വിന്നായാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് എന്താണ് എൻ്റെ മണി മാനേജ്മെൻറ്റ്. അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ മണി മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ് വരുന്നുണ്ട്. ഓക്കെ, ട്രേഡ് എങ്ങനെ എടുക്കുന്നതിൻ്റെ ക്ലാസ് വരുന്നുണ്ട്. എല്ലാ ഇത് A to Z. ഇനി വേറൊരു ഓപ്ഷൻ കൂടെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ട്രാറ്റജിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാറ്റേണിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. നമുക്ക് അതിനനുസരിച്ച് ഈ ഒരു ക്ലാസ് എനിക്ക് തോന്നുന്നത് കുറച്ച് ദിവസം പോകും. ഓക്കെ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് പോലെ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതും കൂടെ പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അഡ്വാൻസ് ലെവൽ. ഓക്കെ, ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഏരിയ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. മാർക്കറ്റ് മുകളിലേക്ക് പോയി അതവിടെ തട്ടി താഴോട്ട് വരുന്നെങ്കിൽ ആ ഏരിയയെ റെസിസ്റ്റൻസ് എന്നും, മാർക്കറ്റ്
മാർക്കറ്റ് എവിടെ നിന്നാണോ, അതിന് താഴെ നിന്ന് വന്ന് തട്ടി മുകളിലേക്ക് പോകുന്നു. ശ്രദ്ധിക്കുക, മേലെ നിന്ന് വന്നു തട്ടി മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ ആ തട്ടി ആ ബൗൺസ് ആവുന്ന ഏരിയനെ, ഒരു പ്രത്യേക സോണിനെ സപ്പോർട്ട് എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് റെസിസ്റ്റൻസ് എന്താണെന്നും സപ്പോർട്ട് എന്താണെന്നും, അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഓരോ ക്യാൻഡിലിനും റെസിസ്റ്റൻസും സപ്പോർട്ടും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓരോ ക്യാൻഡിൽ, ഇത് ഗ്രീൻ ആയിക്കോട്ടെ റെഡ് ആയിക്കോട്ടെ, ഓക്കെ, ഓരോ ക്യാൻഡിലിനും അതിനെ സപ്പോർട്ട് അല്ലെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഇത് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു സോണുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിൽ, ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടെങ്കിൽ അതിനൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് അവിടെ ഗ്രീൻ വന്നത്, അല്ലേ? എന്താ പറയുക, ബയ്യേഴ്സ് എന്ന് പറയുന്നത് എന്താണ് അവിടെ? ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബയ്യേഴ്സ് ആണ്, അല്ലേ? ബയ്യേഴ്സ് എവിടെയാണ് ബൈ ചെയ്യുക? എവിടെയാണ് ബൈ ചെയ്യുക? കുറഞ്ഞ എമൗണ്ടിൽ, അല്ലേ? ലോ എമൗണ്ടിലാണ്. ഇപ്പോൾ 10 രൂപേൻ്റെ ഒരു പ്രൊഡക്റ്റിന് 10 രൂപയാണെങ്കിൽ അതിൻ്റെ ബോട്ടം, അതിൻ്റെ ഏറ്റവും കുറഞ്ഞ വില 10 രൂപയാണെങ്കിൽ ആ 10 രൂപയ്ക്ക് മേടിക്കുന്ന സ്ഥലത്താണ് സപ്പോർട്ട് എന്ന് പറയുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു പെയറിൻ്റെ ഏറ്റവും കുറഞ്ഞ വില അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഇതാണ് എന്താ പറയുക, ഏരിയയാണ് എന്ത് വരുന്നത്? സപ്പോർട്ട് എന്ന് വരുന്നത്, അല്ലേ? അതേപോലെ തന്നെ റെസിസ്റ്റൻസും എവിടുന്നാണോ സെല്ല് ചെയ്യുന്നത് ആ ഏരിയയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ക്യാൻഡിലിനും സപ്പോർട്ടും റെസിസ്റ്റൻസും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഇതൊക്കെ വളരെ വീക്കായിരിക്കും. നമ്മൾ എന്തുകൊണ്ട് ഓരോ ക്യാൻഡിലിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും വെച്ചിട്ട് ട്രേഡ് എടുക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ചോദ്യം വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം. ഓക്കെ, ഇങ്ങനെ ഓരോ ക്യാൻഡിലിനും സപ്പോർട്ടും റെസിസ്റ്റൻസും ഉണ്ടെങ്കിൽ ദെൻ വൈ ഷുഡ് വി ടേക്ക് ഈച്ച് ക്യാൻഡിൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേ ബി നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, അല്ലേ? അവിടെയുള്ള റെസിസ്റ്റൻസും സപ്പോർട്ടിനും എന്തായിരിക്കും? അതിൻ്റെ പവർ അല്ലെങ്കിൽ അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ വീക്കായിരിക്കും. ഓക്കെ, ഇവിടുത്തെ സപ്പോർട്ടിൽ ചിലപ്പോൾ 5 പേരായിരിക്കും, ഇവിടുത്തെ റെസിസ്റ്റൻസിൽ ചിലപ്പോൾ 5 പേര്, 5 or 10 പേരായിരിക്കും. ഇവിടെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, 10 or 15 പേരായിരിക്കും ഇവിടെ ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഇങ്ങനെ വരുന്ന ഒരു സോൺ, ഒരു മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ അവിടെ ഒരു മെയിൻ റെസിസ്റ്റൻസിൻ്റെ അവിടെ ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും സപ്പോർട്ടിൻ്റെ അടുത്തും റെസിസ്റ്റൻസിൻ്റെ അടുത്തും നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഓരോ ക്യാൻഡിലിൻ്റെ അടുത്തും വളരെ കുറഞ്ഞ ആൾക്കാരായതുകൊണ്ട് എന്താവും? ആ സപ്പോർട്ടും റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വി ആർ നോട്ട് ടേക്കിംഗ് ഈച്ച് ക്യാൻഡിൽ ട്രേഡ്. ഓക്കെ, എല്ലാം പക്ഷേ എടുക്കുന്നുണ്ട്, അതിൻ്റെ സ്ട്രാറ്റജി വേറെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓരോ കാര്യത്തിനും ഓരോ സ്ട്രാറ്റജി ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിച്ചു പോകാം. ഒരു ക്യാൻഡിൽ കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ ട്രേഡ് എടുക്കണം, ഏത് ഭാഗത്തു നിന്ന് ട്രേഡ് എടുക്കണം, ഒരു ക്യാൻഡിലിൻ്റെ എത്ര പെർസെൻറ്റേജ് കയറിയിട്ട് ട്രേഡ് എടുക്കണം, എത്ര പെർസെൻറ്റേജ് ഇറങ്ങിയ ട്രേഡ് എടുക്കണം എന്നൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റത്തെ ഇത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് എന്താണ്? ഒരു മാർക്കറ്റിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിനെ അവിടെ ആ ഭാഗത്തുനിന്ന് സെല്ലേഴ്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഡ്രോപ്പ് ആകുന്ന ഏരിയനെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. പ്രൈസ് ഇൻക്രീസ് ആവുന്ന ഹൈക്ക് ആവുന്ന പ്ലേസിനെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നു. ഈച്ച് ക്യാൻഡിലിന് റെസിസ്റ്റൻസും ഉണ്ട് സപ്പോർട്ടും ഉണ്ട്. പക്ഷെ അത് എന്താണ്? ബേസ്ഡ് ഓൺ ഏരിയ അത് വീക്കായിരിക്കും. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ദ ഏരിയ ആണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ക്യാൻഡിലിന് ഞാൻ പറയുന്നു വീക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ റെസിസ്റ്റൻസിൻ്റെ അടുത്തൊരു ക്യാൻഡിൽ വന്നിട്ട് നിങ്ങൾ വീക്കാന്ന് പറയുമോ? ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ലൈഡ് ഇപ്പോൾ. ഓക്കെ, ഇങ്ങനെയൊരു മാർക്കറ്റ് നിങ്ങൾ കാണേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് സാധാരണ മിക്ക ഇതിലും നിങ്ങൾക്ക് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ട്രേഡേഴ്സിന് സംഭവിക്കുന്ന ഒരു കാര്യം. സപ്പോർട്ടിൽ നിന്ന് നമ്മൾ ട്രേഡ് എടുക്കുന്നു, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നിന്ന് 1 or 2 ക്യാൻഡിൽ സെല്ലേഴ്സ് നടത്തിയിട്ട് പിന്നെയും മാർക്കറ്റ് പോവുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഏരിയ ബ്രേക്ക് ചെയ്തുകൊണ്ട് എന്താണ്? ആ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞ് ഒരു റീറ്റെസ്റ്റ്മെൻ്റ് എടുക്കും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താഴോട്ട് ഇച്ചിരി വരും, അത് കഴിഞ്ഞ് പിന്നെ അത് മുകളിലേക്ക് പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? വളരെ ശ്രദ്ധിക്കുക. സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ. ആർക്കെങ്കിലും ഉണ്ടോ? ഒരാൾ പറയപ്പാ. ആരെങ്കിലും ഒരാൾ റിപ്ലൈ താ.
ഓക്കെ, അല്ല ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവൻ പറയണെന്ന് വിചാരിക്കും. ഓക്കെ 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 ഓക്കെ. അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും റെസിസ്റ്റൻസിനെ തട്ടി താഴോട്ട് വരികയും സപ്പോർട്ടിനെ തട്ടി മുകളിലേക്ക് പോകുന്നുമല്ല. മനസ്സിലാവുന്നുണ്ടോ? മാർക്കറ്റ് ഒരു പ്രൈസ് അവിടെ പോയി റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാവും. ചില സമയങ്ങളിൽ ബ്രേക്ക് ചെയ്യും. അപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ്? സപ്പോർട്ടിൽ നിന്ന് പോകുന്നു, റെസിസ്റ്റൻസിൽ തട്ടുന്നു, അവിടുന്ന് ചിലപ്പോൾ ഒരു എറർ ക്യാൻഡിൽ ഉണ്ടാവും, ചിലപ്പോൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ എറർ ക്യാൻഡിൽ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെയും മാർക്കറ്റ് ആ റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നു, എറർ ക്യാൻഡിൽ വരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് പറയുന്നു? പിന്നെയും അതിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ എന്താവുന്നു? അവിടെ നടക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ മാർക്കറ്റ് എന്താണ്? അപ്പോൾ ബുള്ളിഷാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ മാർക്കറ്റ് ഇപ്പോൾ ബുള്ളിഷാണ്. ഈ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെന്താ പ്രതീക്ഷിക്കുന്നത്? ഈ റെസിസ്റ്റൻസിൽ തട്ടുമ്പോൾ, അല്ലേ, ഈ റെസിസ്റ്റൻസിൽ തട്ടുമ്പോൾ മാർക്കറ്റ് താഴോട്ട് വരും, എനിക്ക് നന്നായിട്ട് ട്രേഡ് എടുക്കാം, അതാണ് എൻ്റെ സ്ട്രാറ്റജി. പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റിൻ്റെ എന്താ പറയുക, അതിൻ്റെ പവർ, അതിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. ഇങ്ങനെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഓക്കെ, ഇങ്ങനെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാർട്ട് കണ്ടു, സപ്പോർട്ടിൽ നിന്ന് വന്നു, മുകളിലേക്ക് പോയി, മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സപ്പോർട്ടാണ്, ഇവിടെ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തു. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ബ്രേക്ക് ചെയ്ത് പിന്നെ ഇറക്കാണ്ട് വന്ന് അത് പിന്നെയും മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ പഴയ റെസിസ്റ്റൻസ് എന്താവും? സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്റ്റീവ് ആവും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു, അല്ലേ? ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു. ഈ റെസിസ്റ്റൻസ് എന്തായി? സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്റ്റീവായി. എങ്ങനെ സപ്പോർട്ട് ഏരിയ ആയിട്ട്? ഈ ഒരു ഭാഗത്ത് മാർക്കറ്റ് എന്ത് ചെയ്തു? പ്രൈസ് എന്ത് ചെയ്തു? പിന്നെയും എന്ത് ചെയ്തു? അതിൻ്റെ പവർ എടുത്ത് പിന്നെയും മുകളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ എന്താവും? ഇവിടെ നമ്മൾ താഴത്തെ സപ്പോർട്ടാണ്, ഇത് സപ്പോർട്ടാണ്. അപ്പോൾ എന്താവും? ഇനി അടുത്ത റെസിസ്റ്റൻസിലേക്ക് പോവുകയാണ്. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ മുകളിലാണ് റെസിസ്റ്റൻസ് എന്നറിയാലോ, താഴെയാണ് സപ്പോർട്ട്. അപ്പോൾ അടുത്ത റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മളൊരു ട്രേഡ് ചെയ്യുമ്പോൾ ആ ചാർട്ടിൽ നോക്കുമ്പോൾ ആ സപ്പോർട്ട് എന്ത് ചെയ്യും? സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. ആ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ, ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ആ റെസിസ്റ്റൻസ് എന്താവും? ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ്മെന്റ് വന്നു വെച്ചാൽ രണ്ട് ഇറക്കാൻഡ് വന്ന് പിന്നെയും മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ മാത്രം, ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് പോകല്ല, ഇവിടെ മാർക്കറ്റ് ടേൺ ചെയ്ത്, കണ്ടോ, ഇവിടെ ടേൺ ചെയ്ത് പോകുമ്പോൾ എന്തായി? അതൊരു സപ്പോർട്ട് ഏരിയ. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായി? സപ്പോർട്ടായി മാറി. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസും സപ്പോർട്ടായി മാറി. അപ്പോൾ എന്താവും? അടുത്ത റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? അതിൻ്റെ മുകളിൽ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇതുപോലെ തന്നെയാണ് എന്താണ് നമ്മൾ ഡൗണിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ. ഓക്കെ, ഡൗണിൽ എന്താണ്? ഒരു റെസിസ്റ്റൻസ്, ഇപ്പോൾ റെസിസ്റ്റൻസ് നിന്ന് മാർക്കറ്റ് വരികയാണ് എന്ന് വെച്ചാൽ സെല്ലേഴ്സ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെല്ല് ചെയ്തുമ്പോൾ എവിടം വരെ വരും? നമ്മൾ ഒരു സപ്പോർട്ട് വന്നിട്ട് സപ്പോർട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ബൗൺസ് ചെയ്ത് പിന്നെയും മുകളിലേക്ക് പോകുമെന്ന് വിചാരിക്കും. പക്ഷെ മാർക്കറ്റ് മുകളിലേക്ക് പോയില്ല, സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് പോയി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ എന്താവും? ഈ ഏരിയ എന്താവും? പറഞ്ഞേ, വെയിറ്റ് ചെയ്യാൻ നിങ്ങളുടെ ആൻസറിന് വേണ്ടി. വെരി ഗുഡ്, റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ഏരിയ എന്താവും? റെസിസ്റ്റൻസ് ആവും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അത് നേരത്തെ പഠിച്ചതിൻ്റെ അതിൻ്റെ ഉൾട്ടാ. ഓക്കെ, മാർക്കറ്റ് വന്നു, സപ്പോർട്ടിലാണ്. നമുക്കറിയാം, 100% അറിയാം നമുക്കിത് സപ്പോർട്ടാണ്. ഈ സപ്പോർട്ടിൽ വന്നിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകേണ്ടതാണ്. പക്ഷെ പിന്നെയും അത് ബ്രേക്ക് ചെയ്ത് വന്നപ്പോൾ, മാർക്കറ്റ് ഇതിൻ്റെ അടിയിൽ വന്നപ്പോൾ ഈ ഏരിയ എന്തായി മാറി? റെസിസ്റ്റൻസ് ആയിട്ട് മാറി. അപ്പോൾ ഈ മാർക്കറ്റ് ഇനി എങ്ങോട്ട് പോകും? അടുത്ത സപ്പോർട്ട് വരെ ഇത് പോകും.
അത് കഴിഞ്ഞിട്ട് ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആവുകയും അടുത്ത സപ്പോർട്ടിലേക്ക് പോവുകയും ചെയ്യും. ബ്രേക്ക് ചെയ്തില്ലെങ്കിലോ അത് സപ്പോർട്ടായിട്ട് ആക്റ്റീവ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു ഇത് പഴയ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയത് ഇത് റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക, സപ്പോർട്ട് എന്ന് പറയുന്നത് അടിയിലായിരിക്കും, അല്ലെങ്കിൽ ഡൗണിലായിരിക്കും, ബോട്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നതായിരിക്കും സപ്പോർട്ട് എന്ന് പറയുന്നത്, റൂഫ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് അടിയിലും റെസിസ്റ്റൻസ് മുകളിലുമായിരിക്കും. ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് എന്താ പറയുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ബ്രേക്കിംഗ് നടത്തുന്നത്. ബ്രേക്കിങ്ങിനെ കുറിച്ചൊന്ന് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മാർക്കറ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് എങ്ങനെയാണ്? സപ്പോർട്ടിൽ തട്ടി മുകളിലേക്ക് പോകുന്നു, റെസിസ്റ്റൻസ് തട്ടി താഴോട്ട് വരുന്നു. ഇപ്പം ഇന്നെന്താ പഠിച്ചത്? അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്താണ് ഉണ്ടാവുക എന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ ചെന്നിട്ട് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ട് പിന്നെയും നമ്മൾ എന്താ പറയുക, മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് വിചാരിക്കും? ഇത് ഇവിടെ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇത് പഴയ ഇത് റെസിസ്റ്റൻസ് ആണ്. നമ്മൾ ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി, അത് കഴിഞ്ഞ് റിട്രേസ്മെന്റ് എടുത്തു. പിന്നെയും നമ്മൾ വിചാരിക്കരുത് മാർക്കറ്റ് താഴോട്ട് വരുന്നത്. ഇത് സപ്പോർട്ടായിട്ട് ആക്റ്റീവായി, ഇനി ഇത് താഴോട്ടല്ല വരിക. ഓക്കെ, ഇത് മാനിപ്പുലേഷൻ അതൊന്നും ഇല്ലെങ്കിൽ ഇതെന്ത് ചെയ്യും? ഇത് മുകളിലേക്കാണ് ഇനി മാർക്കറ്റ് പോവുക. അപ്പോൾ സപ്പോർട്ടായിട്ട് ആക്റ്റീവ് ചെയ്തു. അപ്പോൾ സപ്പോർട്ട് ഏരിയ എവിടെയാണ്, റെസിസ്റ്റൻസ് ഏരിയ എവിടെയാണ് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി? മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് മനസ്സിലാക്കി. ഇതാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് സപ്പോർട്ട് എവിടെയാണ്, റെസിസ്റ്റൻസ് എവിടെയാണ് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ എന്താണ് സുനാപ്പി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈൻ വരയ്ക്കുന്നത് അല്ലേ? ഓക്കെ, ഇത് ഞാൻ നമ്മുടെ കോട്ടക്സിൻ്റെ ഡെമോ അക്കൗണ്ട് എടുക്കുക. ഓക്കെ, നിങ്ങൾ ഡെമോ അക്കൗണ്ട് എടുക്കുക, എല്ലാവരും കണ്ടോളുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുക എന്നുള്ളത് നിങ്ങൾ കാണുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഒരു ഇൻഡിക്കേറ്ററിൻ്റെ സഹായത്തോടെ നമുക്ക് വരയ്ക്കാം. ഇത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടതാണ്, നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. എന്നാലും എന്താ പറയുക, ഒരു യൂട്യൂബ് ചാനലുണ്ടല്ലോ, എന്നാലും ഞാൻ പറയാമെന്ന് പറഞ്ഞ പോലെ, കൂട്ടുകൂടണേന്ന് പറഞ്ഞ പോലെ ഞാനും എന്താ പറയുക ഒന്നും കൂടെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ഈസി ആയിട്ട് എങ്ങനെ വരയ്ക്കാം? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പണ്ടെങ്ങനെയാണ് പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് പറഞ്ഞത്? ഏറ്റവും ടേൺ ആകുന്നതിൻ്റെ വിക്കും ബോഡിയും എന്ത് ചെയ്യുക? നിങ്ങൾ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരയ്ക്കുമ്പോൾ ചെറിയ എന്താ പറയുക ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും ഫേസ് ചെയ്തുകൊണ്ടാണ് ഒരു ഈസി മെത്തേഡ് ഞാൻ പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കി, ഇവിടെ കണ്ടോ, നമ്മൾ ഇൻഡിക്കേറ്റർ എടുക്കുന്ന ഭാഗം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ പോയി ക്ലിക്ക് ആവുന്നില്ല, ഒരു മിനിറ്റ്. റീഫ്രഷ് ചെയ്ത് ഇവിടെ നിങ്ങൾ സിഗ്സാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സിഗ്സാഗ് ഇൻഡിക്കേറ്ററിൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ 5, 3 ഇതൊന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട. ഇവിടെ നിങ്ങൾ ഒരു 9 ആക്കുക. പല ഇതിലും ഞാൻ പല ഇക്വേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഇതിൽ എന്താ പറയുക വേറൊരു വ്യത്യാസം, മാറ്റം മാത്രം. ഓക്കെ, അപ്പോൾ ഇവിടെ 5 ഉണ്ട്, 9 ആക്കുക. ഇവിടെ 12 ആയിരിക്കും, 9 ആക്കുക. ഇത് 3 ആക്കാം. ഇനി 8 ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 8 ആക്കിയാലും കുഴപ്പമൊന്നുമില്ല, 8 കിടന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഈ ലൈനിൻ്റെ തിക്കും ഇതൊക്കെ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ യെല്ലോ, നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ബ്ലാക്കിൽ പിന്നെ യെല്ലോ ആണ് കുറച്ചും കൂടെ ഭംഗി, അതുകൊണ്ട് നമ്മൾ യെല്ലോ എടുത്തു. ഓക്കെ, ഇനി ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ബൈനറി ട്രേഡ് ചെയ്യുമ്പോൾ മറ്റുള്ള ട്രേഡുകളെ പോലെയല്ല,
ബൈനറി ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും കറണ്ട് ക്യാൻഡിലേക്ക് പോവുക. ഓക്കെ, ഇതാണ് കറണ്ട് ക്യാൻഡിൽ. ശ്രദ്ധിച്ച് നിങ്ങൾ കാണുക, വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഓക്കെ, കറണ്ട് ക്യാൻഡിൽ എത്തുന്നു. ഓക്കെ, ഇതല്ലേ കറണ്ട്. ഈ കറണ്ട് ക്യാൻഡിലിൻ്റെ പുറകിൽ ബേക്കിൽ ഈ ഒരു സിക്സാഗിൻ്റെ കണ്ടോ, ഇങ്ങനെ പോയിട്ട് താഴോട്ട് പോകുന്നു, ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നു. അതിൻ്റെ അർത്ഥം ഇവിടുന്ന് റെസിസ്റ്റൻസ് ആണ്, ഇവിടുന്ന് സപ്പോർട്ടാണ്. മനസ്സിലാവുന്നല്ലോ. അപ്പോൾ കറണ്ട് ക്യാൻഡിലിൻ്റെ ബേക്കിൽ ഏറ്റവും ബേക്കിൽ എന്ന് വെച്ചാൽ തൊട്ട് മുമ്പിൽ തന്നെ ഉള്ള ഈ ഒരു ടേണിംഗ് പോയിന്റിൽ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അല്ല ഞാൻ റിപ്പീറ്റ് ചെയ്യാം. മനസ്സിലായി പറഞ്ഞേ കേട്ടോ, ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, നമ്മൾ നോക്കി ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ലൈൻ വരച്ചു. അപ്പം നിങ്ങൾക്കത് കുറച്ചുകൂടെ വലുതാക്കാം. കണ്ടോ, ഇവിടെ ഒരു ലൈൻ വരച്ചു. ഇത് അതിൻ്റെ എന്താണ്, ഏറ്റവും അറ്റത്താണ് അല്ലേ? ഇത് കറണ്ട് ക്യാൻഡിലാണ്. അതിൻ്റെ തൊട്ട് ബേക്കിലുള്ള എന്ന് വെച്ചാൽ ലാസ്റ്റത്തെ ആ ടേണിംഗ് പോയിന്റ്, ആ പിരമിഡ് പോലെയുള്ള ടേണിംഗ് പോയിന്റിൽ നമ്മൾ ഏറ്റവും മേലെ ഒരു ലൈൻ വരച്ചു. എന്നിട്ട് ഇതിനൊരു കോപ്പി എടുക്കുക. ഇതാണ് കോപ്പി കേട്ടോ. കോപ്പി എന്ന് പറഞ്ഞാൽ ഇതിനെ രണ്ടാക്കുന്നു, ഡബിളാക്കുന്നു. അത് കുറച്ചും കൂടെ താഴോട്ട് വെച്ചിട്ട് ഇതിൻ്റെ ബോഡിക്ക് വെക്കുന്നു. നമ്മൾ റെക്റ്റാങ്കിൾ വരച്ചില്ലേ ഒരു ബോക്സ്, ആ ബോക്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചു എന്ന് വിചാരിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഓക്കെ, ബോക്സ് വരയ്ക്കുന്നതിന് പകരം 2 ലൈൻ കൊടുത്തു. ഇനി ഇതിൻ്റെ ഒരു കോപ്പിയും കൂടി എടുക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് ടേൺ ചെയ്ത് ഇവിടെ സപ്പോർട്ട്, ഇവിടെ അതിന് ഒരു കോപ്പിയും കൂടി എടുത്തിട്ട് അതിൻ്റെ വിക്കിൽ ഇവിടെ വരച്ചു കഴിഞ്ഞു. നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ വരച്ചു കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്ന് പറയാം. എല്ലാവരും ഉറങ്ങിയോ? ആരെങ്കിലും പറ. ആ ആ ആ പറയൂ. എന്തുകൊണ്ടാണ് നമ്മൾ 9 കൊടുത്തത്? 8 അതിൻ്റെ ഡെപ്താണത്. അതിൻ്റെ ആ ഒരു ഇതില്ലേ, ഇങ്ങനെ വരുന്ന ഡെപ്ത് ഇതില്ലേ. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ചെറിയ ടേണിങ് കിട്ടൂല. ഇപ്പോൾ ഞാൻ ബ്രോ നോക്കിക്കോ, നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ കണ്ടോ, അപ്പോൾ നമുക്ക് ബൈനറിയാണ്. നമുക്ക് ഓരോ ക്യാൻഡിലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ ഫോറക്സ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ഒറ്റ ഇത് കൊടുത്താൽ മതി, എനിക്കൊരു ഏറ്റവും വലിയൊരു മൊമെൻറ്റം കിട്ടിയാൽ മതി. നമുക്ക് ചെറിയ ചെറിയ മൊമെൻറ്റം കിട്ടണം. ഓക്കെ, അതുകൊണ്ടാണ് ചെറിയ ചെറിയ മൊമെൻറ്റം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഒരു 8 കൊടുക്കുന്നത്. മനസ്സിലായി? 8. ഇപ്പോൾ കണ്ടോ, നമുക്ക് ആ മൊമെൻറ്റം കിട്ടിയത് കണ്ടോ? ഓക്കെ, ഇനി ഓക്കെ, ഇപ്പം മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് വരയ്ക്കുന്നതും ഇതാണ് നമ്മുടെ സപ്പോർട്ട് വരയ്ക്കുന്നതും. വളരെ ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാം, വളരെ ഈസി ആയിട്ട്. ഒരാളുടെ നമുക്ക് ഹെൽപ്പ് വേണ്ട. ഓക്കെ, ഇനി ട്രേഡ് എടുക്കുന്നതൊക്കെ നമുക്ക് പറയാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇത് റെസിസ്റ്റൻസ് ആണ്, മാർക്കറ്റ് എങ്ങോട്ടാണ് പോകണമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ് നമുക്ക് വെക്കാം, അല്ലേ? അതല്ലേ നല്ലത്? അതാണ് നല്ലത്. അപ്പോൾ നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസിൻ്റെയും കാര്യം മാത്രം പഠിക്കാം. അപ്പോൾ റെസിസ്റ്റൻസ് വരയ്ക്കുന്നതും സപ്പോർട്ട് വരയ്ക്കുന്നതും നേരത്തെ പഠിച്ചതിനെക്കാട്ടും ഈസിയാണോ ഇത്? കണ്ടോ, ഇവിടെ ഒരു സപ്പോർട്ട് വരുന്നുണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ വരുന്നുണ്ട്. കണ്ടോ, ഇവിടെ ചെറിയൊരു സപ്പോർട്ട് ഏരിയ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും കണ്ടോ യെല്ലോ ലൈൻ വന്നത് കണ്ടോ അവിടെ? കണ്ടോ? ഇനി ആ സപ്പോർട്ട് കറക്റ്റ് അല്ലെങ്കിൽ അത് താഴോട്ട് പോയിട്ട് ഈ ഏരിയയിലേക്ക് പോകും. മനസ്സിലാണോ? ഇനി നമുക്ക് വേറൊരു ഇതിൽ വരയ്ക്കാം. നോക്ക്, ഇനി ഒരു കാര്യം നോക്ക്, മാർക്കറ്റ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നോക്ക്, ഇതേപോലുള്ള ഈ ചറപറ എന്നൊക്കെ ഒരു ഷേപ്പ് ഇല്ലാത്തതൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, അതേപോലെ ഡോജുകൾ കൂടുതൽ വരുന്നത്, ഇതേപോലുള്ള ഇതൊക്കെ വരുന്നത്, ആ പെയർ നിങ്ങൾ
കഴിയുന്നതും ഒഴിവാക്കുക കേട്ടോ. നല്ല വൃത്തിക്കുള്ളത്, നല്ല വൃത്തിയായിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും, നല്ല നല്ല വലിയ വലിയ ക്യാൻഡിലുകളൊക്കെ കാണാൻ പറ്റുന്നത് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ ഇതിൽ നമ്മൾ ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചാർട്ടും കാര്യങ്ങളൊക്കെ വരയ്ക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഞാൻ വരയ്ക്കുന്നു. നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം പോലെ, അല്ലെങ്കിൽ ബോക്സ് എടുക്കണമെങ്കിൽ ബോക്സ് എടുക്കാം, റെക്റ്റാങ്കിൾ എടുക്കണമെങ്കിൽ റെക്റ്റാങ്കിൾ എടുക്കാം. ഓക്കെ, ഞാൻ ഇതിൻ്റെ കളറൊന്ന് മാറ്റുന്നു. ഓക്കെ, ബ്ലൂ ഇത് തന്നെ വെക്കുന്നു, ബ്ലൂ വെക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു വലിപ്പത്തിൽ, കുറച്ച് വലിപ്പത്തിൽ വെക്കുന്നു. ഇവിടെ നമുക്ക് ഡോജി ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ, ഇവിടെ ഡോജി ഇല്ല, അതുകൊണ്ട് ഡോജി ഉണ്ടോ, സോറി ഡോജി അല്ല, വിക്ക് ഉണ്ടോ, വിക്കില്ലാന്ന് തോന്നുന്നു. വിക്കില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മളവിടെ വേറെ പണിയൊന്നുമില്ല, വിക്കില്ലാത്തതുകൊണ്ട് നമ്മൾ വേണ്ട, ആ ബോഡി തന്നെ വെക്കുക. ഇവിടെ കൊണ്ടുവന്നിട്ട് എവിടെയാണ് ടേൺ ആയത്, ഇതാണോ, ഇവിടെയാണോ ഞാൻ വരയ്ക്കണ്ടേ, ഇവിടെ ഇവിടെ ലാസ്റ്റത്തെ ഇവിടെ കൊണ്ടിട്ട് വരയ്ക്കുക. ഓക്കെ, ഒരു സംഗതിയും കൂടി ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞ ശേഷം ഈ ഏരിയൻ്റെ ഉള്ളിൽ നമ്മൾ ട്രേഡ് എടുക്കൂല, കണ്ടോ, ഇവിടെ ഒന്നും നമ്മൾ ട്രേഡ് എടുക്കൂല. നമ്മൾ ട്രേഡ് എടുക്കുന്നത് ഒന്നെങ്കിൽ ഈ ലൈനിൽ മുട്ടണം, അല്ലെങ്കിൽ ഈ ലൈനിൽ മുട്ടണം. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം, അതൊക്കെ നമുക്ക് പിന്നെ വരാം. ഓക്കെ, അതുണ്ടോ, ഹാമർ വന്നുണ്ടോ, ഹാമർ ക്യാൻഡിൽ വന്നുണ്ടോ, മാർക്കറ്റ് പോകുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതേപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യം. നിങ്ങൾക്ക് നേരത്തെക്കാട്ടും കാര്യത്തിൽ, അല്ലെങ്കിൽ നേരത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പറഞ്ഞതിനേക്കാട്ടും ഇതുണ്ടോ, ഇതിലൊന്നും ചെയ്യരുത് നിങ്ങൾ. ചറവറാന്നുള്ള മാർക്കറ്റാണ്, അതിലൊന്നും ഇതാക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ച് ഈസി ആയിട്ട് എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു. ഇത് മതി. നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ ക്ലാസ്സിൽ പറയാം. ഇനി അടുത്ത ക്ലാസ്സല്ല, ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. ഇനി നമ്മൾ മൂവിങ് ആവറേജിനെ പഠിക്കും, മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യാൻ പഠിക്കും, അതേപോലെ ഫിബൊനാച്ചി പഠിക്കുന്നുണ്ട്. അതേപോലെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഓരോരോ ക്ലാസ്സിൽ പറയാം, അല്ലെങ്കിൽ ഒറ്റ ക്ലാസ്സിൽ എല്ലാം കൂടെ പറയാം. എന്നിട്ട് നമുക്ക് ഒന്നും മനസ്സിലാവാത്ത അവസ്ഥ വരും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ 50,000 കൊടുത്തിട്ടോ 25,000 കൊടുത്തിട്ടോ 1,00,000 കൊടുത്തിട്ടോ നിങ്ങൾ ഏതെങ്കിലും കോഴ്സിന് പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് കിട്ടും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞു തരാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഇത് മുഴുവനും, എൻ്റെ ക്ലാസ്സുകൾ മുഴുവനും 1 മണിക്കൂർ കൊണ്ട് അവർ പറഞ്ഞു തീർക്കും. മനസ്സിലാവും? അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് വേണ്ട. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോരോ വൺ ബൈ ആയിട്ട് ഓരോ ദിവസം നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ എന്താ പറയുക, ഇത് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തന്നെ ഇരിക്കട്ടെ. നന്നായിട്ട് നിങ്ങൾ നല്ല സൂപ്പറായിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. ഹലോ പറയൂ. ഉറപ്പായിട്ടും ചിലപ്പോൾ സെക്കൻഡ് ക്ലാസ് ഞാൻ ഇട്ടുണ്ടല്ലോ. അല്ല, വരും തേർഡ് ക്ലാസ് വരും. അതേപോലെ വൺ ബൈ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്, റെക്കോർഡ്സ് ഇടുന്നുണ്ട്. ഓക്കെ, ഇടാം, ഒരു കുഴപ്പമില്ല. പക്ഷെ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ കന്നഡ ചാനലും ഉണ്ട്, അതുപോലെ തന്നെ മലയാളമുണ്ട്, ഹിന്ദി ഓരോരുത്തർ കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 3 ലാംഗ്വേജിലും തിരക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ടാവും, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്കത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ വേറൊരു കാര്യം ചോദിച്ചു, എങ്ങനെയുണ്ട് MTG സിഗ്നൽസ്? നോൺ MTG ഫ്ലോപ്പ്, 100% ഫ്ലോപ്പ്. MTG എങ്ങനെയുണ്ട് എല്ലാവർക്കും? എന്താ ആരും വാ തുറക്കാത്തത്? ചിലപ്പോൾ ജോലിയിലായിരിക്കും അല്ലേ?
ഓക്കെ, റെഡി? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എന്താണ്? അപ്പോൾ ശരി, ഓക്കെ. ഇനി വെനസ്ഡേ. ഓക്കെ, അതിനെങ്കിലും ഓക്കെ എന്ന് പറപ്പാ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ ചോദിച്ചിട്ടാണ് നിങ്ങളുടെ വാ തുറക്കുന്നത്. ഇങ്ങനെ ആവരുത്. നമ്മൾ ചട്ടപ്പെടാന്നിരിക്കണം, എപ്പോഴും നല്ല ഇതിലിരിക്കണം. ഒന്നെങ്കിൽ എന്നോട് ചീത്ത പറയാനെങ്കിലും നിങ്ങൾ വാ തുറക്ക്. ഇതെന്താ ഇത്? എല്ലാത്തിനും വെൽക്കം. ഓക്കെ, ശരി എന്നാൽ. ഓക്കെ, ഗുഡ് നൈറ്റ്.